നമുക്കെല്ലാവർക്കും അറിയാം ക്രിപ്റ്റോയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പുതിയ നരേറ്റീവ് വരുമെന്നുള്ളത്. ഓരോ നരേറ്റീവ്സും കുറച്ച് നാളത്തേക്ക് ഭയങ്കരമായിട്ട് മണി പുള്ളി ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2017 ബുൾറണ്ണിൽ ഭയങ്കര ഹിറ്റായ ഒരു നരേറ്റീവ് ആയിരുന്നു ICO എന്ന് പറയുന്നത്. അതുപോലെ 2021 നരേറ്റീവ് ആയിരുന്നു DeFi എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ കുറേ നരേറ്റീവിൻ്റെ ഷോർട്ട് ടേം റണ്ണുകളും കണ്ടു. അതായത് RWA കണ്ടു, പിന്നെ മീം കോയിൻ റണ്ണ് കണ്ടു, അങ്ങനെ. ഇപ്പോൾ റീസെൻ്റ്ലി വളരെയധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നരേറ്റീവാണ് ICM, അതായത് ഇൻ്റർനെറ്റ് ക്യാപിറ്റൽ മണി. എന്താണ് ആ പുതിയ നരേറ്റീവ്? എന്തുകൊണ്ടാണ് അതിന് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്? എന്തുകൊണ്ടാണ് നമ്മൾ അതിന് ശ്രദ്ധ കൊടുക്കണമെന്നറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ആക്ച്വലി എന്താണ് ICM? ICM എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ക്യാപിറ്റൽ മണി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ICOയുടെയും മീം കോയിൻസിൻ്റെയും ഒരു കമ്പൈൻഡ് രൂപമാണ് ICM എന്ന് പറയുന്നത്. അതായത് വെബ് ബേസ്ഡ് ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പനികൾക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിനുള്ള ഒരു ഈസി ആയിട്ടുള്ള മാർഗമാണ് ICM എന്ന് പറയുന്നത്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബിലീവ് ആപ്പ് എന്നുള്ളത്. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഏറ്റവും ആദ്യം മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം വന്നതുകൊണ്ട് തന്നെ നല്ല റിട്ടേൺസ് കിട്ടിയ, നല്ല ഹൈപ്പ് കിട്ടിയ ഒരു ആപ്ലിക്കേഷനാണ് ബിലീവ് ആപ്പ് എന്നുള്ളത്. അവരുടെ ടോക്കണാണ് ലോഞ്ച് കോയിൻ. എന്താണത് ചെയ്യുന്നത്? അതായത് ടെക്നോളജിയിൽ ഓൾറെഡി ഉള്ള ഫൗണ്ടേഴ്സിന്, അതായത് അവരുടെ അടുത്ത് കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ട്, നല്ലൊരു യൂസർ ബേസ് ഉണ്ട്, പക്ഷേ അവർക്ക് ഫണ്ട് റേസ് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോൾ യൂഷ്വലി അവർ VC അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്താണ് പോവുക. അപ്പോൾ അവിടെയുള്ള പ്രശ്നം ഈ പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ സ്റ്റോക്സ്, അതായത് ഒരു ഭാഗം ഷെയർ VCക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ വെസ്റ്റിങ്, ടോക്കൺ അൺലോക്ക്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് കൂടാതെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ കൺട്രോൾസും ആ പ്രൊജക്റ്റിൽ വരും. അപ്പോൾ അതിനൊരു പാരലൽ സിസ്റ്റമായിട്ടാണ് ഈ ICM വരുന്നത്. അതായത് ഇതിൻ്റെ ഒരു Web 2 വേർഷനാണ് ക്രൗഡ് ഫണ്ടിങ്. അതായത് ആൾക്കാർക്ക് ഫണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഫൗണ്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അവർ ആ ഫണ്ട് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും ഇനീഷ്യലി സപ്പോർട്ട് ചെയ്തവർക്ക് ഡിസ്കൗണ്ടഡ് ആയിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്യും. അതാണ് ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്. ഇതേ കോൺസെപ്റ്റ് Web 3ലേക്ക് എടുക്കുന്ന ഇതാണ് ICM എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഇതിലുള്ള പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഓവർനൈറ്റ് ഫണ്ട് റേസ് ചെയ്യുന്നതിനുള്ള മാർഗ്ഗമാണ് ICM. അതെങ്ങനെയാണ് ബിലീവ് ആപ്പിൻ്റെ സഹായത്തോടു കൂടി അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്? അത് വളരെ സിമ്പിളാണ്. ഈ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രത്യേക ഫോർമാറ്റിൽ അവരത് ട്വീറ്റ് ചെയ്താൽ, അതിൻ്റെ ട്വീറ്റിൽ ബിലീവ് ആപ്പിൻ്റെ ഹാൻഡിൽ, അതായത് @launch എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്തിട്ട് കോയിൻ ലോഞ്ച് ചെയ്യും. ആ കോയിൻ ലോഞ്ച് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ കാണുകയും ട്വീറ്റ് വഴി അല്ലെങ്കിൽ ഇവരുടെ ഫോളോവേഴ്സ് വഴി അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ സപ്പോർട്ടേഴ്സ്, ഈ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത് മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ക്രിയേറ്റർക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്നത് ടോക്കൺസ് ആണ്. അപ്പോൾ മൊത്തം ട്രാൻസാക്ഷൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ടോക്കൺ ക്രിയേറ്റർക്ക്, അതായത് പ്രൊജക്റ്റിൻ്റെ ആക്ച്വൽ ഓണർക്ക് കിട്ടുന്നു. മറ്റൊരു പെർസെൻറ്റേജ് ബിലീവ് ആപ്പിനും കിട്ടുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഇതിലുള്ള വ്യത്യാസം, പ്രൊജക്റ്റിൻ്റെ ഫൗണ്ടർക്ക് ഓണർഷിപ്പ് പോകുന്നില്ല, അതായത് ടോക്കൺ ഹോൾഡേഴ്സിന് ഓണർഷിപ്പ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് മെച്ചം? ആക്ച്വലി അവിടെയാണ് നമ്മുടെ ഫണ്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം വരുന്നത്. യൂഷ്വലി നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം പുള്ളി സ്റ്റാർട്ടപ്പിൻ്റെ പ്രൊഡക്റ്റ് മെച്ചപ്പെടുത്തുന്നതിനും മാർക്കറ്റിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിനെ കുറിച്ചും അതിലെ ടോക്കണെ കുറിച്ചും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുകയും കൂടുതൽ ആൾക്കാർ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ഒരു സ്പെക്കുലേഷൻ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ കൂടുതൽ മണി ഫൗണ്ടർക്ക് കിട്ടുന്നു. ദേ ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ്, മോർ പീപ്പിൾ കം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു മീം കോയിൻ മെക്കാനിസമാണ്. അതായത് കമ്മ്യൂണിറ്റി, ഹൈപ്പ്, നരേറ്റീവ്, അങ്ങനെ ബിൽഡായി പോകും. ഒരേ ഒരു വ്യത്യാസമുള്ളത് ഇതിൻ്റെ ബാക്കിൽ ഒരു ആക്ച്വൽ വർക്കിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഫൗണ്ടർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആർക്കും ഇത് തുടങ്ങാൻ പറ്റുമോ, ഇതിലും സ്കാമേഴ്സ് ഇല്ലേ എന്ന്. ഉണ്ട്, 100% സ്കാമേഴ്സ് ഉണ്ട്.
ഇതിലിറങ്ങുന്ന പ്രൊജക്റ്റുകളിലും കുറേയൊക്കെ സ്കാമേഴ്സ് തന്നെയാണ്. പക്ഷേ നല്ല നല്ല പ്രൊജക്റ്റുകൾ ആക്ച്വൽ ഫൗണ്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രൊഡക്റ്റുകൾ, എസ്റ്റാബ്ലിഷ്ഡ് വെബ്സൈറ്റുകൾ, എസ്റ്റാബ്ലിഷ്ഡ് ട്വിറ്റർ അക്കൗണ്ട്, ഇതൊക്കെ ഇച്ചിരിയും കൂടി വെരിഫൈ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ ഫൗണ്ടേഴ്സിൻ്റെ ട്രാൻസ്പെറൻസിയും വെരിഫൈ ചെയ്യാൻ ഇച്ചിരിയും കൂടി എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീം കോയിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് ഈ ഒരു നരേറ്റീവ്. ICO വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഇല്ലാത്തവർ പോലും ഫണ്ട് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ഓൾറെഡി വർക്കിംഗ് പ്രൊഡക്റ്റ് ഉള്ള ഫൗണ്ടേഴ്സിനെ നോക്കിയെടുത്താൽ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിലീവ് ആപ്പ് വഴി ലോഞ്ച് ചെയ്ത ICM നരേറ്റീവിൽപ്പെട്ട 5 കോയിൻസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. റിമെമ്പർ, ഇതെല്ലാം പുതിയ നരേറ്റീവാണ്, വളരെ വളരെ യങ് ആണ്. അതായത് ഈവൻ 1 മില്യണോ അതിൽ താഴെയാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അതുകൊണ്ട് എക്സ്ട്രീം റിസ്ക് എക്സ്ട്രീം റിവാർഡ് ടൈപ്പാണ്. മാനേജ് യുവർ റിസ്ക് പ്രോപ്പർലി. ഇനി 5 കോയിനെ കുറിച്ച് അറിയാൻ തിടുക്കമായല്ലേ? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ 5 കോയിനും നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല റിട്ടേൺസ് കൊടുത്തിട്ടുള്ളതാണ്. അതിൽ 2-3 കോയിൻസ് 2x 3x റിട്ടേൺസും ഒരു കോയിൻ 10x റിട്ടേൺസും വരെ കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ വാറിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അതെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ്. ഒബ്വിയസ്ലി മാർക്കറ്റ് കണ്ടീഷൻ ഈസ് നോട്ട് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല കോയിനുകൾ എത്രയും പെട്ടെന്ന് അറിയുന്നതിന്, അതായത് വീഡിയോ വഴി അറിയുന്നതിന് പകരം ഏറ്റവും ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അറിയുന്നതിന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലോഞ്ച് ചെയ്യുന്ന കോയിൻസ് എത്രയും പെട്ടെന്ന് നേരത്തെ കണ്ടുപിടിച്ചാലാണ് ഹൈ റിട്ടേൺസിനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഹൈ റിസ്ക്കും കൂടുതലാണ്. പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ജോയിൻ ദ ടെലിഗ്രാം റൈറ്റ് നൗ. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പുതിയ നരേറ്റീവ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊജക്റ്റും വരുന്നത് ഇപ്പോൾ ഹൈ അറ്റൻഷൻ കിട്ടുന്ന മറ്റൊരു സെഗ്മെൻറ്റിൽ നിന്നാണ്. അതായത് AI അവതാർ അല്ലെങ്കിൽ AI ഏജൻറ്റ്സ് അല്ലെങ്കിൽ AI റിലേറ്റഡ് സെഗ്മെൻറ്റിൽപ്പെട്ട സ്റ്റാർട്ടപ്പുകളാണ് ബിലീവ് ആപ്പ് വഴി ICM സെഗ്മെൻറ്റിൽ ഫണ്ട് റേസ് ചെയ്യാൻ നോക്കുന്നത്, കോയിൻ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇവരുടെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPTയിൽ എങ്ങനെയാണ് അഡ്വർടൈസിങ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കറൻ്റ്ലി ഇൻ്റർനെറ്റിലെ ബെസ്റ്റ് അഡ്വർടൈസിങ് ഗൂഗിളിൻ്റെയാണ്. അവർ ഫുൾ റെക്കോർഡും ട്രാക്ക് ചെയ്തിട്ട് സെർച്ച് ഹിസ്റ്ററിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ChatGPTക്ക് ആ ഒരു ഫീച്ചർ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ ChatGPT ക്വറിക്ക് വളരെ എഫക്റ്റീവായിട്ട് ആഡ് ഡെലിവറി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് JTVO എന്നുള്ള പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റും AI റിലേറ്റഡ് തന്നെയാണ്. ഇതിലൊരു വ്യത്യാസം, പല പല GPTകളുടെ മോഡലുകൾ എടുത്തിട്ട് അതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് സബ്ലീസ് ചെയ്യുക അല്ലെങ്കിൽ റെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു മോഡലാണ് ഇതിൽ വരുന്നത്. DeepSeekൻ്റെ AI മോഡലും ഗൂഗിളിൻ്റെ AI മോഡലും OpenAIയുടെ മോഡലും എല്ലാം എടുത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആവശ്യക്കാർക്ക് ആവശ്യമുള്ള മോഡൽ ട്രൈ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് JTVO ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ടോക്കൻ്റെ സിമ്പൽ JTVO എന്നാണ്. മൂന്നാമത്തെ പ്രൊജക്റ്റും AI സെഗ്മെൻറ്റിൽ നിന്ന് തന്നെയാണ്. ആ ടോക്കൻ്റെ പേരാണ് ക്രാക്ക്. ക്രാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ AI മോഡലുകൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ഒരു ഗുഡ് ടെസ്റ്റിംഗ് സിസ്റ്റം ഇല്ല. ഓക്കെ, അതായത് നമ്മുടെ നോർമൽ കോഡിങ്ങിൽ നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിന് പോലെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ടീം ഉള്ളതുപോലെ AI-ക്ക് AI ജെയിൽ ബ്രേക്ക് എന്നാണ് പറയുന്നത്. അതൊരു പുതിയ കോൺസെപ്റ്റാണ്. പുതിയതായിട്ട് വരുന്ന AIനെ പ്രോപ്പർ പ്രോംപ്റ്റും എല്ലാം കൊടുത്ത് അതിൻ്റെ ക്യാരക്ടർ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനെയാണ് AI ജെയിൽ ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കൊരു റിവാർഡ് എന്നുള്ളൊരു കൺസെപ്റ്റായിട്ടാണ് ക്രാക്ക് എന്നുള്ള പ്രോട്ടോക്കോൾ വരുന്നത്. ഇതെല്ലാം ICM എന്നുള്ള നരേറ്റീവിൽപ്പെട്ടതാണ്. പിന്നെ ഉള്ള ഒരു ടോക്കണാണ് ട്രാൻസ് എന്ന് പറയുന്നത്. ഈ ടോക്കണാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നേരത്തെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കോൾ ചെയ്ത് യൂസേഴ്സിന് 10x റിട്ടേൺസ് വരെ കൊടുത്ത കോയിൻ. ഇതിൻ്റെ പ്രത്യേകത ഇവർ AI ബേസ്ഡ് ട്രേഡിംഗ് ആണ്. അതായത് റിസ്ക് മാനേജ് ചെയ്തിട്ടുള്ള ഓട്ടോമേറ്റഡ് അൽഗോരിതമിക് ട്രേഡിംഗ് ബാക്ക്ഡ് ബൈ AI. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. സേഫ് ആയിട്ടുള്ളത് കളിക്കണോ, മീഡിയം റിസ്ക് വേണോ, എക്സ്ട്രീം റിസ്ക് വേണോ എന്നുള്ളത്. എന്നിട്ട് അതനുസരിച്ച് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന കോയിൻസിനെ AIയുടെ ഹെൽപ്പോട് കൂടി അനലൈസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി മേടിക്കും. ആ ഒരു കൺസെപ്റ്റാണ്. ഇത് ഓൾറെഡി 10x കൊടുത്തു, ഇപ്പോൾ ഡൗൺ ആയി പോയൊരു കോയിനാണ്. ഡു യുവർ റിസർച്ച്. ഇതിൽ മെൻഷൻ ചെയ്ത എല്ലാ കോയിൻസും പുതിയ കോൺസെപ്റ്റിൻ്റെ ഭാഗമാണ്. നത്തിങ് പ്രൂവ്ഡ്, നോ ഗ്യാരണ്ടി. പക്ഷേ ക്ലിക്ക് ആയാൽ ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്.
ചില കോയിനൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി 10x കൊടുത്തു, ചിലത് 2x 3x ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ടോക്കണാണ് ബാൻഡ് എന്ന് പറയുന്നത്. ഇവർ AI യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡാണ്. വെറും 8 സെക്കൻഡ് വീഡിയോ നമുക്ക് ലോഞ്ച് ചെയ്യാം, അതിൽ ഇഷ്ടപ്പെടാത്ത വീഡിയോ ആൾക്കാർക്ക് ബാൻ ചെയ്യാം, ഡൗൺഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഓവർ എ പീരീഡ് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോകൾ ബാൻഡായി പോവുകയും ക്വാളിറ്റി ഉള്ള വീഡിയോകൾ കൂടുതൽ റീച്ച് കിട്ടുകയും ചെയ്യുന്നു. ഇത്തരം ഒരു കൺസെപ്റ്റാണ് ബാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഇനി വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഏറ്റവും പുതിയ നരേറ്റീവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതിൽ നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്തിട്ടുള്ള 5 കിടിലൻ കോയിൻസും നമ്മൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കോയിൻസിൻ്റെ കോൾ കിട്ടുന്നതിനായി, നേരത്തെ കിട്ടുന്നതിനായി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.